ആലോചിച്ച് നോക്കുക. നമ്മളൊരു തീരുമാനം എടുക്കുന്ന സമയത്ത് എത്രായിരം ആളുകളുടെ സ്വപ്നത്തിലാണ് നമ്മൾ നിദാനമാകുന്നത്. എന്റെ കൂടെ ഇന്ന് ഐഡിയ അടിച്ചു നൽകുന്ന 10-20,000-ഓളം വരുന്ന നൂറുകണക്കിന് സ്വപ്നങ്ങൾ എഴുതി വെച്ച ആളുകൾ, ആയിരക്കണക്കിന് സ്വപ്നങ്ങൾ അവർക്കുണ്ട്. അവരെ പിറകെ ലക്ഷങ്ങൾ വരാനുണ്ട്. അതിലും നൂറുകണക്കിന് സ്വപ്നങ്ങളുണ്ടെങ്കിൽ കോടാനുകോടി സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ തീരുമാനം എടുക്കുന്നവന്റെ പേരാണ് ദ റിയൽ നെറ്റ്വർക്ക് ലീഡർ ഇൻ എംഐ ലൈഫ് സ്റ്റൈൽ എന്ന തിരിച്ചറിവാണ് നമുക്ക് ആദ്യം വേണ്ടത്. ദാറ്റ്സ് വൈ അവർ ലൈഫ് ഈസ് ദ ബ്ലെസ്ഡ് ലൈഫ്. ജീവിതത്തിൽ ഏറ്റവും നല്ല ജീവിതം എന്ന് പറഞ്ഞത് ബ്ലെസ്ഡ് ആയിരിക്കുന്ന ലൈഫാണ്. ഏറ്റവും നല്ല ബ്ലെസ് ആകുന്ന ലൈഫ് ആർക്കാണെന്ന് ചോദിച്ചാൽ ജീവിതം കൊണ്ട് സൃഷ്ടിജാലങ്ങൾക്ക് മാറ്റം ഉണ്ടാകുന്നതാണ്. ആ ഒരു അർത്ഥത്തിൽ ഇൻഡസ്ട്രി ഏറ്റെടുത്തു. കഴിഞ്ഞ 5 വർഷങ്ങളായി ഇൻഡസ്ട്രിയുടെ പാർട്ടായിട്ടുണ്ട്. ആദ്യത്തെ 3 വർഷം പാർട്ട് ടൈമർ ആയിട്ടായിരുന്നു. കാരണം പല സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു. വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ പ്രിൻസിപ്പൽ ആയിട്ടും മാനേജിംഗ് ഡയറക്ടർ ആയിട്ടും കോഴിക്കോട് ബാബ മെഡിക്കൽ ആൻഡ് സയൻസ് കോച്ചിങ് സെന്ററിലെ ഫാക്കൽറ്റി ആയിട്ട് തുടങ്ങി ഒട്ടനവധി വിദ്യാഭ്യാസ മേഖലയിലെ കയ്യൊപ്പ് ചാർത്തി വർക്ക് ചെയ്യുമ്പോൾ ഇട്ടെറിഞ്ഞു പോരാനുള്ള ഒരു പ്രതിസന്ധി കാരണത്താൽ ആദ്യത്തെ 3 വർഷം പാർട്ട് ടൈം ആയിരുന്നു. പിന്നീട് കൊറോണയ്ക്ക് ശേഷം ഇതിന്റെ ഫുൾ ടൈമർ ആയി നിന്നു. പക്ഷെ ഇന്ന് അഭിമാനമുണ്ട്, എനിക്ക് പ്ലാൻ തന്ന മുഴുവൻ ലീഡർമാരോട് കൂടെ ഇന്ന് NTC ആയി സ്റ്റേജിൽ കാരണം എന്നെ എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതൊരു തീരുമാനത്തിന്റെ ശക്തിയാണ്. ഈ വന്നിരിക്കുന്ന മുഴുവൻ ആളുകളോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കും അത് തന്നെയാണ്. ആദ്യം കാലുകുത്തിയ GTS BOP എന്ന് പറയുന്നത് കാലിക്കറ്റായിരുന്നു. കാരണം ക്ലാസ് കഴിഞ്ഞ് അല്ലെങ്കിൽ 2 വീട് മുന്നേ കട്ട് ചെയ്ത് ഓടിപ്പാഞ്ഞ് ഉന്തിത്തള്ളി കാലിക്കറ്റിലെ BOP-യിലെ ഒരു മൂലയില് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് ആശങ്കയാണ്. ആ സമയത്ത് എന്റെ കൂടെ ഇവരോട് ചോദിച്ചു, അവര് TC എന്ന റാങ്ക് കയറിയപ്പോ ഞാൻ ചോദിച്ചു, ഞാനൊക്കെ TC ആകോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ആഞ്ഞു പിടിച്ചാൽ ഒരു പക്ഷേ TC ആയേക്കാം എന്ന് പറഞ്ഞപ്പോ ആ വ്യക്തിയേക്കാൾ മുന്നേ ഞാൻ ഇന്ന് NTC റാങ്കിൽ നിന്നുകൊണ്ട് ആ വ്യക്തി ബിസിനസ് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ സീരിയസ്ലി